ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഏകദേശം ഒരു വർഷത്തിന് ശേഷമാണ് ഞാൻ എൻ്റെ ചാനലിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ തംബ്നെയിൽ കണ്ടതുപോലെ ഈ ഒരു വാഹനം വിൽപ്പനയ്ക്ക് ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. ഏകദേശം 17,000 കിലോമീറ്ററാണ് ഇപ്പോൾ വാഹനം പൂർത്തിയാക്കിയിട്ടുള്ളത്. നിങ്ങൾ തംബ്നെയിൽ കണ്ടതുപോലെ 99,999 രൂപ, അതായത് 1 ലക്ഷത്തിനാണ് ഞാനൊരു വാഹനം വിൽപ്പനയ്ക്ക് വെക്കുന്നത്. ഞാനിത് വാങ്ങിയത് 1,58,000-നാണ്, 1,58,000 രൂപയ്ക്കാണ്. അന്ന് ഞാൻ വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ ഒക്കെ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. തൃശ്ശൂരിലെ ഷോറൂം വന്നതിന് തൊട്ട് പിന്നാലെയാണ് നമ്മൾ ഈ ഒരു വാഹനം എടുത്തത്. ഞാനിപ്പോൾ ഈ ഒരു വാഹനം കൊടുക്കുകയാണെന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ചിന്തിക്കുക ഈ ഒരു വാഹനത്തിൻ്റെ പോരായ്മകൾ കൊണ്ടാണ് വിൽപ്പനയ്ക്ക് കൊടുക്കുന്നത് എന്നായിരിക്കും. പക്ഷേ സത്യസന്ധമായിട്ട് പറയാം, ഈ ഒരു വാഹനം വിൽപ്പനയ്ക്ക് വെക്കുന്നത് വാഹനത്തിൻ്റെ പോരായ്മകൾ കൊണ്ടല്ല, സർവീസിൻ്റെ ലഭ്യത ഇല്ലാതെ ആയതുകൊണ്ടാണ്. തൃശ്ശൂരിൽ നല്ലൊരു സർവീസ് സെൻറ്റർ ഉണ്ടായിരുന്നു, എന്നാൽ നിലവിൽ അത് പൂട്ടിയിരിക്കുകയാണ്. പല കാരണങ്ങൾ പറയുന്നുണ്ട്. ഓരോ ഏജൻസിനെ ഏൽപ്പിക്കാനാണ്, ഓൾ ഓവർ ഇന്ത്യ ഒരു കോമൺ ഏജൻസി ഏറ്റെടുക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമുക്കിപ്പോൾ സർവീസ് വന്നു കഴിഞ്ഞാൽ തൃശ്ശൂരുകാരെ സംബന്ധിച്ചിടത്തോളം സർവീസ് സെൻറ്റർ ഇല്ല. ഞാനിപ്പോൾ എനിക്കൊരു സർവീസ് ആവശ്യം വന്നപ്പോൾ എറണാകുളത്ത് പോയിട്ടാണ് സർവീസ് ചെയ്തത്. ആ ഒരു യാത്രയിൽ എനിക്ക് നേരിട്ട ബുദ്ധിമുട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാനിത് കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. കാരണം തൃശ്ശൂരിൽ നിന്ന് 80 കിലോമീറ്റർ അപ്പുറത്ത് പാലാരിവട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവരുടെ സർവീസ് സെൻറ്റർ വരുന്നത്. അവിടം വരെ യാത്ര ചെയ്ത് ഒരു സർവീസിന് വേണ്ടി പോകാമെന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഞാൻ മാത്രമല്ല, തൃശ്ശൂരുകാർ മാത്രമല്ല, മറ്റ് ജില്ലകളിലുള്ളവരും ഈ ഒരു പ്രശ്നം ഇനി വരും ദിവസങ്ങളിൽ നേരിടാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്, ഈ ഒരു വാഹനം ഞാൻ വിൽക്കാൻ ആഗ്രഹിക്കുന്നത് എറണാകുളത്തുള്ളവർക്കാണ്. കാരണം അവിടെയാണ് സർവീസ് സെൻറ്റർ ഉള്ളൂ. മറ്റു ജില്ലകളിലുള്ളവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യണമെന്നില്ല. എറണാകുളത്തുള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ സർവീസ് ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഉപയോഗിക്കാൻ സാധിക്കും. ഈ ഒരു വാഹനം എടുത്തിട്ട് ഇപ്പോൾ 1.5 വർഷമാണ് പൂർത്തിയായിട്ടുള്ളത്. ഒരു 1.5 വർഷത്തിനിടയിൽ വെറും 17,000 കിലോമീറ്റർ മാത്രമേ വാഹനം ഓടിയിട്ടുള്ളൂ. നമുക്കിതിനിടയിൽ വന്നിട്ടുള്ള സർവീസ് എന്ന് പറയുന്നത് ഈ ബാക്ക് ലൈറ്റ് മാറ്റേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ഒരു തവണ ബ്രേക്ക് പാഡ് ചേഞ്ച് ചെയ്തായിട്ടൊരു ഓർമ്മയിലുണ്ട്. പിന്നെ നമുക്ക് ആവശ്യം വന്നിട്ടുള്ളത് ഒരു തവണ ബെൽറ്റ് പൊട്ടി ബെൽറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഏകദേശം ഒരു 1000 രൂപയ്ക്കുള്ളിൽ വരുന്ന സർവീസ് മാത്രമേ നമ്മുടെ ഈ ഒരു വാഹനത്തിന് വേണ്ടി വന്നിട്ടുള്ളൂ കഴിഞ്ഞ 1.5 വർഷത്തിനിടയിൽ 17,000 കിലോമീറ്റർ ഓടിയപ്പോൾ. ഇനി ഞാൻ ഇതിൻ്റെ വിലയെ കുറിച്ച് നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരാം. നിങ്ങൾ തംബ്നെയിൽ കണ്ടതുപോലെ 1 ലക്ഷത്തിനാണ് ഞാൻ ഈ വാഹനം കൊടുക്കുന്നത്. ഒരു സെക്കൻഡ് ഹാൻഡ് കസ്റ്റമർ എന്നുള്ള നിലയിൽ നിങ്ങൾക്കിത് ഉറപ്പായിട്ടും ലാഭകരമാണ്. കാരണം ഞാനിത് വാങ്ങുന്ന സമയത്ത് 1.5 വർഷം മുമ്പ് ഇതിൻ്റെ വില 1,58,000 രൂപയാണ്. നിലവിൽ എൻ്റെ അറിവനുസരിച്ച് സബ്സിഡിയുടെ പകുതിയോളം ഒഴിവാക്കിയ സാഹചര്യത്തിൽ 1,90,000-അടുത്ത് ഇതിന് ആക്ച്വലി ഇപ്പോൾ വില വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു 1,90,000 കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1 ലക്ഷത്തിനാണ് ഈ ഒരു വാഹനം കിട്ടുന്നത്. അതും 17,000 കിലോമീറ്റർ മാത്രം ഓടിയ വാഹനമാണ്. കഴിഞ്ഞ 1.5 വർഷമായിട്ട് സിംഗിൾ യൂസ് ഓണർ എന്നുള്ള നിലയിൽ ഞാനിത് യൂസ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് നിങ്ങൾക്ക് ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഉറപ്പ് നൽകാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസത്തോടു കൂടി വാങ്ങാവുന്ന ഒരു വാഹനമാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ ആവശ്യക്കാർ കോൺടാക്റ്റ് ചെയ്യുക. ഈ ഒരു വാഹനം 1 ലക്ഷത്തിന് നിലവിലെ സാഹചര്യത്തിൽ കിട്ടുകയെന്ന് പറയുന്നത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ബോണസാണ്. ഞാൻ ഈ ഒരു റേറ്റ് ഇട്ടത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മറ്റൊരു വാഹനം എടുക്കേണ്ട അത്യാവശ്യമുള്ളത് കൊണ്ടാണ്. നിലവിലെ ഇലക്ട്രിക് വാഹനങ്ങളുടെ റേറ്റ് നിങ്ങൾക്ക് മറ്റ് വാഹനങ്ങളുടെ റേറ്റൊക്കെ കമ്പയർ ചെയ്താൽ മനസ്സിലാവും. മാർക്കറ്റ് വില വളരെ അധികമായിട്ടാണ് നിൽക്കുന്നത്. സബ്സിഡി ഒഴിവാക്കിയ സാഹചര്യത്തിൽ എല്ലാ വാഹനത്തിനും വില കൂടിയ സാഹചര്യത്തിൽ 17,000 കിലോമീറ്റർ മാത്രം ഓടിയൊരു വാഹനം 1 ലക്ഷത്തിന് കിട്ടാമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലാഭകരമായിരിക്കും. അപ്പോൾ ആവശ്യക്കാർ ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കാം, ആ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. വാഹനം എറണാകുളത്തേക്ക് എത്തിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. എറണാകുളത്ത് വണ്ടി ഉണ്ടാവും, വന്ന് ഓടിച്ച് നോക്കാവുന്നതാണ്, ചെക്ക് ചെയ്യാവുന്നതാണ്, ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഇതിന് പുറകെ മിക്കവാറും ഇനിയും റിവോൾട്ട് വാഹനങ്ങളായിട്ട് ഞാൻ വീണ്ടും വീഡിയോസായിട്ട് വരും. കാരണം തൃശ്ശൂരുകാരും അതുപോലെ മറ്റു ജില്ലക്കാരും ഈ ഒരു സാഹചര്യം, ഞാനിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഇതേ സാഹചര്യം വഴിയെ നേരിടാൻ ഉള്ള സാധ്യത ഉള്ളതുകൊണ്ട് പലരും ഒരു പക്ഷേ അവരുടെ വാഹനങ്ങൾ വിൽക്കാനായിട്ട് മുന്നോട്ട് വന്നേക്കാം. അത്തരം സാഹചര്യത്തിൽ നമ്മൾ ഇതുപോലെയുള്ള മറ്റ് റിവോൾട്ട് വാഹനങ്ങൾ വിൽപ്പനയ്ക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. നമ്മുടെ കയ്യിലുള്ള 2 ഓല സ്കൂട്ടർ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യത്തെ ഓല സ്കൂട്ടർ ഇപ്പോൾ 52,000 കിലോമീറ്റർ പൂർത്തിയാക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ ഓല സ്കൂട്ടർ ഇപ്പോൾ 32,000 കിലോമീറ്റർ പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 2 വർഷം കഴിയുമ്പോൾ ഈ പറയുന്ന ഇലക്ട്രിക് വാഹനങ്ങളുടെ സ്ഥിതി എന്തെന്നുള്ളത് അറിയാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ ചാനലിൽ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ ഓല സ്കൂട്ടറിൻ്റെ വീഡിയോസ് നമുക്ക് വൈകാതെ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് ഒരു പക്ഷേ മറ്റൊരു റിവോൾട്ട് RV 400 ആയിട്ട് ഞാൻ വരാം. അതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.